ജുറാസിക് ഫ്രാഞ്ചൈസിലെ ഏറ്റവും പുതിയ പടം ജുറാസിക് വേൾഡ് റീബർത്ത് ഈസ് എ ബോറിംഗ് മൂവി. ഭയങ്കര ബോറടിച്ച് ഒരു അനാവശ്യ പടം. ഇങ്ങനെ പടത്തിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. എന്തിനാണ് വെറുതെ ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ പേരിൽ ഒരു നൊസ്റ്റാൾജിക് ഫാക്ടറിൻ്റെ പേരിൽ ആൾക്കാർ വന്ന് കൂടുമെന്ന് പറഞ്ഞ് ജസ്റ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള ഒരു പടം. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് പോലെ ഒരു പടത്തിനില്ല. ChatGPT അടിച്ചു കൊടുത്താൽ കിട്ടുന്ന പ്രോംപ്റ്റൊക്കെ വെച്ചിട്ടാണ് ഈ പടം എടുത്തിട്ടുള്ളത്. അമ്മാരി കൂറ സാധനം, കൂറ മേക്കിംഗ്, ഭയങ്കര പൂർ എക്സിക്യൂഷൻ. ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് സാധനം എന്ന് പറഞ്ഞാൽ ഈ പഴയ അനാക്കോണ്ട പടം പോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം അതേ സാധനം. ഈ നമുക്കറിയാലോ എന്താ അവസ്ഥ എന്നുള്ളത്. ദിനോസറുകളൊക്കെ ഒരു ഐലൻഡിൽ ഒറ്റപ്പെട്ട് നിൽക്കാൻ ഓൾറെഡി ഇപ്പോൾ വേൾഡ് മുഴുവൻ ഡൊമീനിയൻ ആയി. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ പടത്തി കണ്ടു. സോ അങ്ങനെയുള്ള സമയത്ത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ ഇവരെല്ലാവരും കൂടി 3 വലിയ ഡൈനോസേഴ്സിൻ്റെ ബ്ലഡ് സാമ്പിൾ എടുക്കണം. അതിന് വേണ്ടി പോവുക. പഴയ ഈ ഹണ്ട് ഫോർ ബ്ലഡ് ഓർക്കിഡില്ല അനാക്കോണ്ട, അതേ സെയിം സെറ്റപ്പ്, സെയിം കഥ. ഇതൊക്കെ ഒരു 50 കൊല്ലം മുമ്പ് പഴക്കമായിട്ടുള്ളൊരു കഥ. ശരി, പ്ലോട്ട് എന്തോ ആവട്ടെ, നമ്മൾ കാണാൻ പോയത് ഡൈനോസേഴ്സാണ്, അവരുടെ സർവൈവലാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. അങ്ങനത്തെ ഒരു നമ്മൾ കണ്ട് മടുത്ത സാധനങ്ങൾ ഇങ്ങനെ ക്രിഞ്ചടിപ്പിച്ചിട്ടാണ് ഈ പടം മൊത്തത്തിൽ പോകുന്നത്. ഇടയ്ക്ക് ജോൺ വില്യംസിൻ്റെ പഴയ നൊസ്റ്റാൾജിക് മ്യൂസിക്കൊക്കെ ഉണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ജോൺ വില്യംസിൻ്റെ ആ ഒരു ജുറാസിക് പാർക്കിൻ്റെ തീം മ്യൂസിക് കേട്ടിട്ട് എനിക്ക് ഒന്നും തോന്നാതെ ഇങ്ങനെ ഇരുന്നത്. മറ്റത് എപ്പോൾ കേട്ടാലും എനിക്കൊരു മാതിരി ഒരു എഫക്റ്റാണിത്. കാരണം അത്രയധികം റിപ്പീറ്റ് അടിച്ച് റീവാച്ച് അടിച്ച് കണ്ടുള്ള പടങ്ങളൊന്നായിരിക്കും ആദ്യത്തെ 3 ജുറാസിക് പാർക്ക് സിനിമകൾ, പ്രത്യേകിച്ച് ഫസ്റ്റ് വൺ. സോ അത്രയും ഒരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ വേറെ വേൾഡിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ളൊരു മ്യൂസിക്കാണ്. അത് എത്ര വട്ടം കേട്ടാലും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു സാധനം ഈ സിനിമയിൽ പല സ്ഥലത്ത് ഒന്നൊന്നല്ല, ഒരു പോയിന്റിലൊന്നുമല്ല, പല സ്ഥലത്ത് ഇങ്ങനെ ചെതറി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഇമ്പാക്റ്റും ഇല്ലാതെയാണ് ആദ്യമായിട്ടാണ് എനിക്ക് അത്രയും മോശം അനുഭവം ഉണ്ടാകുന്നത് ഈ ഒരു മ്യൂസിക്കിൽ നിന്ന്. ആൻഡ് ഇതിൻ്റെ ഡയറക്ടർ ഓൾറെഡി ഇതിന് തൊട്ട് മുമ്പ് ആ ചങ്ങായി ചെയ്തിട്ടുള്ള ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ കിടിലം പടമാണ്. ഓൾറെഡി ഗോഡ്സിലേക്ക് എടുത്ത ഡയറക്ടർ ആൾക്കിതൊരു ഒരു ഹൊറർ വൈബിൽ ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സാധനമൊക്കെ ആക്കിയിട്ട് മാറ്റായിരുന്നു. പക്ഷേ ഇതുവരെ കണ്ട മറ്റ് 6 ജുറാസിക് സിനിമകളിലെല്ലാം തന്നെ കമ്പൈലേഷൻ പോലെയാണ് ഈ ഒരു പടം. അവിടെ നിന്നൊക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ ചെറിയ ഇങ്ങനെ പെറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. സീൻ ബൈ സീൻ, കട്ട് ബൈ കട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു കണ്ടിന്യൂറ്റി പോലും ഇല്ല സിനിമയ്ക്ക്. മറ്റതൊക്കെ ഒരു ജേർണി ഉണ്ടല്ലോ, ഒരു അഡ്വഞ്ചറാണ്. ഇതിൽ ഇവരെങ്ങോട്ട് പോകുന്നു, ഏതിലേക്ക് പോകുന്നു, ഒരെണ്ണം ഒരു സെറ്റ് നടത്തി, വേറൊരു സ്റ്റുഡിയോയിൽ വെച്ച് ഷൂട്ട് ചെയ്തു, വേറൊന്നൊരു ഗ്രീൻ സ്ക്രീൻ വെച്ച് ഷൂട്ട് ചെയ്തു എന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. സോ മൊത്തത്തിൽ എല്ലാം കൊണ്ടും മിസ്കാസ്റ്റും ഇതിലെന്തിനാണ് ഇമാതിരി കാസ്റ്റിനും പിടിച്ചിട്ടൊന്നും ഒരു പിടുത്തുമില്ല. ഭയങ്കര ക്രിഞ്ചായിട്ട് അവർക്കൊന്നും ഒന്നും ഇല്ല അതിൽ. നമുക്കറിയാം എന്താ അടുത്ത് നടക്കാൻ പോകുന്നത് സീൻ ബൈ സീൻ. ഇതിൽ ഓൾറെഡി നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടായിരിക്കും നമ്മൾ ഈ പടത്തിൽ അഭിനയിക്കാൻ പോകും. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ഓൾറെഡി തന്നിട്ട് നമ്മൾ പടത്തിൽ അടുത്ത സീൻ ഇപ്പോൾ ഇത് വരും. ആരും ഡൈനോസേഴ്സിനെ പട്ടിയാക്കി, ടീറക്സിനെ പട്ടിയാക്കിയതാണ് എനിക്ക് തീരെ പറ്റാത്തത്. ബാക്കി എല്ലാം പോട്ടെ. ഒരു മ്യൂട്ടൻ ഡൈനോസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. മ്യൂട്ടൻ എന്ന് പറഞ്ഞാൽ അമ്മാരി ഒരു ഏലിയൻ്റെ ഒക്കെ തല വെച്ചിട്ട് വരുന്നൊരു സാധനം. അജാതി വലിയൊരു സാധനത്തിനെ പട്ടിയാക്കി കളഞ്ഞു. ടീറക്സിനെ പട്ടിയാക്കും ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവർക്കൊന്നും ചെയ്യാനില്ല. ഇപ്പം പഴയ ചില ഹൊറർ പടങ്ങളിലൊക്കെ ഈ പ്രേതം വന്നിട്ട് വെറുതെ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് വിടില്ലേ, അതേപോലെ ഇതിലുള്ള ഡൈനോസർ ഫുള്ള് അലറൽ മാത്രമേ ഉള്ളൂ. അലറി പൊളിക്കുന്നുണ്ട്, കങ്കുവേൽ സൂര്യണ്ണൻ അലറി പോലെ വെറുതെ അലറുക. അവരൊന്നും ചെയ്യില്ല, അവരാരും പിടിക്കില്ല. കാരണം ആകെ ഒരു 5-6 പേരുള്ള കാസ്റ്റായിട്ട്, മെയിൻ കാസ്റ്റ്, അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. സോ സ്ക്രീൻ ടൈം ഫുൾ അവർ കിട്ടണം. സോ യൂണിവേഴ്സലിൽ അതിൽ ഇത്രേ ഉള്ളൂ, അവർക്ക് ഫുള്ളായിട്ട് ഡംപ് ചെയ്തിരിക്കുകയാണ് പൈസ മൊത്തം. സോ അനാവശ്യമായിട്ട് മിസ്കാസ്റ്റ് ചെയ്തിട്ടുള്ള 2-3 പേരുണ്ട്. നമുക്കറിയാം ഇവർ ഓൾറെഡി ചാവാൻ പോണവരാണ്. അവരാദ്യം തന്നെ കൊല്ലും, ഒറ്റയടിക്ക് തീർത്തോടെ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ്, അവരെയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റൂല. സോ അതുകൊണ്ട് അവരിങ്ങനെ വെച്ച് ഓരോ വെറൈറ്റി ടൈപ്പ് സ്പീഷീസ് വരുമ്പോഴും ഇവരൊക്കെ വന്ന് പേടിപ്പിച്ചിട്ട് പോകും. എത്ര തന്നെ പരിപാടി. സോ ദിനോസേഴ്സിനെ പട്ടിയാക്കിയിട്ടുള്ള ഫ്രാഞ്ചൈസിലെ ആദ്യത്തെ പടം കൂടിയാണ്. ഒരു വിലയും കൊടുക്കാത്ത ഒരു അറ്റ്ലീസ്റ്റ് ഒരു ടീറക്സ് അല്ലടോ, അതിനൊരു വിലയെങ്കിലും കൊടുത്തുകൂടെ? അത് പടം മുതലേ ഇതിന് നിങ്ങളുടെ ലോഗോ തന്നെ അതല്ലേ. സോ എന്നെ സംബന്ധിച്ച് ഇതിന് തൊട്ടും ഇറങ്ങിയ ജുറാസിക് വേൾഡ് ഡൊമീനിയൻ ആയിരുന്നു ഈ ഒരു ഫ്രാഞ്ചൈസിൽ, അല്ലെങ്കിൽ ഈ ഒരു 6 പടങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും മോശം അനുഭവം തന്നത്. അതിനെ കവച്ച് വെച്ചു ഈ ഒരു പടം എന്ന് പറയാം. അതിൽ പിന്നെയും ആ പഴയ നൊസ്റ്റാൾജിക് ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് കുറച്ച് നേരങ്ങളിൽ നിന്ന് കണ്ടിരുന്നു ഇത് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇതുവരെ ഞാൻ വിചാരിച്ച ഏറ്റവും വീക്കസ്റ്റ് അതാണെന്നാണ്. ഇപ്പം ഇതാണ് നല്ലൊരു ഫ്യൂച്ചർ ഞാൻ പ്രഡിക്റ്റ് ചെയ്താണ്. ഒരു പുതിയ ട്രയോളജി തന്നെ ഒരു വെച്ച് ഇതുണ്ടാക്കും. ആക്ച്വലി ഇത് റീബൂട്ട് എന്നല്ല, നമുക്കറിയാം ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെ പോകുന്നുണ്ട്. സോ കുറേ ഇങ്ങനെ സ്പിൻ ഓഫ് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ആയിട്ട് കുറേ സാധനങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു അവസ്ഥ കണ്ടപ്പോൾ ഇതിലും ഭേദം നിർത്തണമായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് വെറുതെ ഒരു
കുറേ ടൈമുണ്ട് പടം, ഒരു 1-1.5 മണിക്കൂർ എന്നല്ല, ഒരു 2-2.5 മണിക്കൂർ എന്നൊക്കെ വലിപ്പിച്ചിട്ട് ഒന്ന് തീർന്നു കിട്ടിയാൽ മതി നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വളരെ മോശം അനുഭവമായിരുന്നു ഈ ഒരു പടം. സോ അതിനെ സംബന്ധിച്ച് ഈ ഒരു പടത്തിന് ട്രെയിലർ കണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇപ്പോൾ ജുറാസിക് വേൾഡ് കണ്ടാലും കുഴപ്പമില്ല, സെക്കൻഡ് കണ്ടാലും ഇവല്യൂഷൻ കണ്ടാലും കുഴപ്പമില്ല, ആദ്യത്തെ 3 ജുറാസിക് പാർക്ക് സിനിമകൾ കണ്ട് ഒന്ന് റിപ്പീറ്റ് അടിച്ച് വീട്ടിൽ നിന്ന് കണ്ടു വെക്കുക, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇതിറക്കിയ സമയത്ത് ഫസ്റ്റ് ജുറാസിക് പാർക്ക് ഒരു ഐമാക്സിലൊക്കെ ഒന്ന് റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്നാലോചിച്ച് പോയി. ഇപ്പോൾ പല പടങ്ങളും വരുന്നുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്നും 7 കിട്ടില്ല. ഇതിൽ അത് വേണമെന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ ബോറടിപ്പിക്കാണ്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കർത്തവ്യം പോലും അവർക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടില്ല. സോ ദി വെരി വീക്കസ്റ്റ് മൂവി ഇൻ ദ എൻറ്റയർ ഫ്രാഞ്ചൈസ് അതാണ് ജുറാസിക് വേൾഡ് റീബർത്ത്. റീബർത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടപ്പോൾ തോന്നി. വളരെ മോശം അനുഭവം. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീണ്ടും കാണാം.